സർക്കാരിന്റെ പ്രതീക്ഷകൾക്കും അപ്പുറം നിക്ഷേപ താൽപര്യങ്ങൾ നിറഞ്ഞ ഇൻവെസ്റ്റ് കേരള ഉച്ചകോടിക്ക് സമാപനം. 1,52,905 കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനമാണ് ലഭിച്ചത്. അദാനി ഗ്രൂപ്പ് പ്രഖ്യാപിച്ച 30,000 കോടിയുടെ നിക്ഷേപ വാഗ്ദാനമാണ് ഇതിൽ ഏറ്റവും ഉയർന്നത്. പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ പ്രത്യേക സംവിധാനം നടപ്പാക്കുമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. A new beginning of a journey of the United Kerala for transforming Kerala into a investment-friendly state. That is a significant result of this event. United Kerala, unified Kerala, all of us are coming together. Not only the government, the opposition, the investing community, their organizations, and at last the media. All come together to transform the state into an investment-friendly state. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായിട്ട് കൊച്ചിയിൽ നിന്നും. പ്രദീപ്, വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന സമ്മിറ്റാണ്. അത് ഒരുപക്ഷെ പ്രതീക്ഷയ്ക്ക് അപ്പുറമുള്ള വാഗ്ദാനങ്ങൾ കൊണ്ട് നിറഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ സവിശേഷത. ഈ പദ്ധതികളൊക്കെ ഏതൊക്കെ മേഖലയിലാണ്, എത്ര വേഗത്തിൽ ഇതൊക്കെ കേരളത്തിലേക്ക് വരും എന്ന പ്രതീക്ഷയാണ് സമ്മിറ്റ് പൂർത്തിയാകുമ്പോൾ ഉള്ളത്? നിമിഷം, കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം ഏറെ ചർച്ച ചെയ്തതാണ് ഇൻവെസ്റ്റ് കേരള സമ്മിറ്റ്. കേരളത്തിൽ വികസനം കൊണ്ടുവന്നത് LDF ആണോ UDF ആണോ, ഇതിനു മുൻപ് പ്രഖ്യാപിച്ച പദ്ധതികൾ എന്തായി, അത്തരം കാര്യങ്ങളെല്ലാം ദീർഘമായി ചർച്ച ചെയ്യുകയുണ്ടായി. എന്തായിരുന്നാലും ഇനി നിക്ഷേപക സംഗമം പൂർത്തിയാകുമ്പോൾ സർക്കാരിൻ്റെ പ്രതീക്ഷകൾക്ക് അപ്പുറമുള്ള നിക്ഷേപ വാഗ്ദാനമാണ് ലഭിക്കുന്നത്. 1 ലക്ഷം കോടിയുടെ നിക്ഷേപമാണ് പ്രതീക്ഷിച്ചിരുന്നത് എങ്കിൽ 1.5 ലക്ഷം കോടിയിലധികം നിക്ഷേപ വാഗ്ദാനമാണ് കിട്ടിയിരിക്കുന്നത്. അതിൽ ഏറിയ പങ്കും റീറ്റെയിൽ മേഖലയിൽ, അതുപോലെ തന്നെ ടൂറിസം സെക്ടറിൽ, ആരോഗ്യ മേഖലയിൽ, IT മേഖലയിൽ ഉൾപ്പെടെയുള്ള നിക്ഷേപ വാഗ്ദാനങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. അദാനി ഗ്രൂപ്പ് വാഗ്ദാനം ചെയ്തിരിക്കുന്ന 30,000 കോടി രൂപയുടെ വാഗ്ദാനമാണ് ഇവയിൽ ഏറ്റവും വലുത് എന്ന് പറയുന്നത്. കേരളത്തിൽ നിന്നുള്ള ലുലു ഗ്രൂപ്പ്, അതുപോലെ തന്നെ RP ഗ്രൂപ്പ്, ഹൈലൈറ്റ്, ജോയ് ആലുക്കാസ് തുടങ്ങിയവരെല്ലാം നിക്ഷേപം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. റീറ്റെയിൽ മേഖലയിൽ, ഒപ്പം കൺസ്ട്രക്ഷൻ മേഖലയിൽ, കൂടാതെ IT മേഖലയിൽ അങ്ങനെയൊക്കെ നിക്ഷേപ വാഗ്ദാനങ്ങൾ ഏറെ ഉണ്ടായിട്ടുണ്ട്. ഈ വാഗ്ദാനം ലഭിച്ച നിക്ഷേപങ്ങളിൽ ഒരു വീഴ്ചയും കൂടാതെ തുടർ നടപടികൾക്കാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞു. ഇതിനുവേണ്ടി പ്രത്യേക സമിതികൾ അടക്കം രൂപീകരിക്കും, ടോൾ ഫ്രീ നമ്പർ ഏർപ്പെടുത്തും. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇടയ്ക്കിടെ യോഗം ചേർന്ന് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്ന ഈ പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തും. കേരളത്തിൽ ഒരു വ്യവസായ അനുകൂല സംസ്കാരമാണ് ഉള്ളത്, അന്തരീക്ഷമാണ് ഉള്ളത് എന്നത് ഇപ്പോൾ രാജ്യത്തിന് എമ്പാടും കൂടാതെ ലോകത്തിനും വ്യക്തമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് 6 രാജ്യങ്ങൾ, വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ എത്തിയതും ഇത്തരം വ്യവസായ സംരംഭങ്ങളിൽ പങ്കാളിത്തം വഹിക്കാൻ അവർ തീരുമാനിച്ചതുമെന്നാണ് മന്ത്രി പി രാജീവിന്റെ വാക്കുകൾ. ഇന്ന് യോഗത്തിൽ പങ്കെടുത്ത എല്ലാവരും രാഷ്ട്രീയ ഭേദമന്യേ കേരളം ഒരു വ്യവസായപരമായി വികസിക്കുന്ന സംസ്ഥാനമായി മാറണമെന്നുള്ള ആഗ്രഹമാണ് ഇന്നും പങ്കുവച്ചത്. പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി, കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ തുടങ്ങി എല്ലാവരും ഒരേ അഭിപ്രായക്കാരായിരുന്നു. എന്തായിരുന്നാലും സർക്കാരിന്റെ പ്രതീക്ഷകൾക്കും അപ്പുറമുള്ള ഒരു പിന്തുണയാണ് ഈ വ്യവസായ സംഗമത്തിൽ ലഭിച്ചത്. ഇത് വ്യവസായ വകുപ്പിന് നൽകുന്ന ഊർജ്ജവും ആവേശവും ചെറുതല്ല. വരും ദിവസങ്ങളിൽ തന്നെ ഈ വ്യവസായ പദ്ധതികളുടെ തുടർ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് വ്യവസായ വകുപ്പ് ഉദ്ദേശിക്കുന്നത്. ശരി, പ്രദീപ് ജോസഫാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വലിയ പ്രതീക്ഷയോടെയാണ് തീർച്ചയായും ഈ നിക്ഷേപക സമ്മിറ്റിന് സമാപനം കുറിക്കുന്നത്. വലിയ പദ്ധതികൾ വമ്പൻ കമ്പനികൾ പ്രഖ്യാപിക്കുന്നു എന്നത് തീർച്ചയായും കേരളത്തിൻ്റെ വികസന പാതയിൽ വലിയ കരുത്താകുമെന്നതിൽ സംശയമില്ല. ഇതൊക്കെ പൂർണ്ണമായ തോതിൽ നടപ്പിലാക്കപ്പെട്ടാൽ